ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററി, സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ്, ഡെസേർട്ട് സൈക്ലോൺ, സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീം, VVPAT, ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ദാരിയൻ ഗ്യാപ്പ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററിയെ കുറിച്ചാണ്. സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററിയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്ന കൺസോർഷ്യത്തിനകത്ത് ഇന്ത്യയും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റീസെന്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1-നകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററി അല്ലെങ്കിൽ SKA എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ SKA എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ബേസിക്കലി ഇതൊരു റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഗാലക്സിയെ കുറിച്ച്, എസ്പെഷ്യലി നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനൊക്കെ ഉൾപ്പെടുന്ന ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സദേൺ ഹെമിസ്ഫിയറിൽ ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലുമായിട്ട് ഒരു സീരീസ് ഓഫ് റേഡിയോ ഒബ്സർവേറ്ററീസ് അല്ലെങ്കിൽ റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററീസ് സ്ഥാപിക്കുകയാണ് ഈ സ്ക്വയർ കിലോമീറ്റർ അറേ ഒബ്സർവേറ്ററി പ്രോജക്റ്റിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1990-കൾ തൊട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും 2019-ലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസോർഷ്യം ഏകദേശം 7ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ ചൈനയൊക്കെ ഉൾപ്പെടെയുള്ള 7ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ ടെലിസ്കോപ്പുകളുടെ ഒക്കെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് 2021-22 കാലഘട്ടത്തിലാണ്. 2028-29 ഒക്കെ ആകുമ്പോഴേക്കും ഇത് ഫുള്ളി ഓപ്പറേഷണൽ ആവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഓപ്പറേഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് 2 റേഡിയോ ടെലിസ്കോപ്പുകളാണ്. 2 റേഡിയോ ടെലിസ്കോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു സീരീസ് ഓഫ് കുഞ്ഞു കുഞ്ഞു റേഡിയോ ടെലിസ്കോപ്പുകളാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ തൗസൻഡ്സ് ഓഫ് റേഡിയോ ടെലിസ്കോപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ സൗത്ത് ആഫ്രിക്കയിലും ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കനെയും തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 രാജ്യങ്ങളും ജിയോഗ്രഫിക്കലി അത്യാവശ്യം വലിയ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ 2 രാജ്യങ്ങളും സദേൺ ഹെമിസ്ഫിയറിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സദേൺ ഹെമിസ്ഫിയറിൽ ഈ റേഡിയോ ഇന്റർഫിറൻസ് അല്ലെങ്കിൽ റേഡിയോ ഒബ്സ്ട്രക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറച്ചായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഒബ്സർവേറ്ററീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ 2 റേഡിയോ ടെലിസ്കോപ്പിൽ നിന്നുള്ള ഡീറ്റെയിൽസ്, ഓക്കെ, അപ്പോൾ ഈ 2 റേഡിയോ ടെലിസ്കോപ്പുകൾ ഓസ്ട്രേലിയയിലുള്ളതിനെ SKA ലോ എന്നും സൗത്ത് ആഫ്രിക്കയിലുള്ളതിനെ SKA മിഡ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇവിടുന്ന് രണ്ടും കിട്ടുന്ന ഡാറ്റാസ് സയന്റിഫിക്കലി അനലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ബേസിക്കലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് കിങ്ഡത്തിൽ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലുള്ള ഒരു ജോർഡൽ ബാങ്ക് ഒബ്സർവേറ്ററി ഉണ്ട്. ഓക്കെ, ഈ ജോർഡൽ ബാങ്ക് ഒബ്സർവേറ്ററിയിലാണ് ഇതിന്റെ കമ്പൈനിങ് ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ ഇത് ബിൽഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് റേഡിയോ ഇന്റർഫിയറൻസ് ഏറ്റവും കുറവുള്ളതും നമ്മുടെ മിൽക്കി വേനെ കുറിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നതും ഇവിടുന്ന് ആയതുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ സദേൺ ഹെമിസ്ഫിയറിലുള്ള 2 രാജ്യങ്ങളിൽ ബിൽഡ് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 രാജ്യങ്ങളാണ് ഇനീഷ്യലി ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് മറ്റു പല രാജ്യങ്ങളും ഇതിനകത്ത് ജോയിൻ ചെയ്യുകയും ഇപ്പൊ 16 രാജ്യങ്ങൾ ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ഒബ്സർവേഴ്സ് ആയിട്ടും ഉണ്ട്. അപ്പൊ അതിനകത്തൊരു കാര്യം ഓർത്തിരിക്കുക, ഇന്ത്യ ഒരു മെമ്പർ ആയിട്ടല്ല ഇതിനകത്ത് ജോയിൻ ചെയ്തേക്കുന്നത്. ഇന്ത്യ നിലവിൽ ഒരു ഒബ്സർവർ ആയിട്ടാണ് ഇതിനകത്ത് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഇതിനകത്ത് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ മേക്ക് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ റേഡിയോ ഫ്രീക്വൻസി ടെലിസ്കോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഒബ്സർവേറ്ററി ആയിരിക്കും ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വൺസ് ഓപ്പറേഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 50 ഇയേഴ്സിലേക്ക് ഇതിന് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് ആണ്. ഈ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗർ കെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 12-നകത്ത് ഒരു ആർട്ടിക്കിൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് ഷുഗർ കെയിനുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള അഗ്രികൾച്ചറൽ ക്രോപ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ MSP എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. ഈ MSPക്ക് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഷുഗർ കെയിന്റെ കാര്യത്തിലുള്ള ഒരു സംഭവമാണ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് അല്ലെങ്കിൽ FRP എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷുഗർ കെയിന് എഥനോൾ ബ്ലെൻഡിങ്ങിനും അല്ലെങ്കിൽ ഈ പറയുന്ന ഷുഗർ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഫാക്ടറീസ് കർഷകരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവര് ഈ ഫാമേഴ്സിന് കൊടുക്കേണ്ട ഒരു മിനിമം റേറ്റ് ഉണ്ട്. ഇവർ പർച്ചേസ് ചെയ്യുന്ന ഷുഗർ കെയിനിന് കൊടുക്കേണ്ട ഒരു മിനിമം റേറ്റ് ഉണ്ട്. അത് ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്
ഇത് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ MSP ഫിക്സ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. MSP ഫിക്സ് ചെയ്യുന്നത് പോലെ തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ FRPയും ഫിക്സ് ചെയ്യുന്നത്. അത് പക്ഷേ അവർ FRP ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. സോ ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ഈ FRP ഫിക്സ് ചെയ്യുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് അല്ലെങ്കിൽ CACP എന്ന് പറയുന്ന ഒരു ബോഡിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവർ ഫിക്സ് ചെയ്യുന്ന ഈ FRP ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഈ ഷുഗർ കെയിൻ ഫാമേഴ്സിന് ഈ ഷുഗർ കെയിൻ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മില്ല് ഓണേഴ്സ് കൊടുത്തിരിക്കണം എന്ന് നിർബന്ധമാണ്. പക്ഷേ ഈ FRPക്ക് നമ്മൾ മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസിന് ഒരു ലീഗൽ ബാക്കിംഗ് ഇല്ല. അതായത് ഒരു നിയമത്തിനകത്ത് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തിരിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ FRPയുടെ കേസിൽ നമ്മുടെ ഇന്ത്യയിൽ 1950കളിൽ പാസ്സാക്കിയിട്ടുള്ള എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് 1966 ഇറക്കിയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്, ഷുഗർ കെയിൻ കൺട്രോൾ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചാണ് FRP ഫിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഈ FRPക്ക് ഒരു ലീഗൽ ബാക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ FRP ഫിക്സ് ചെയ്യുന്നത് പോലെ തന്നെ പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഒരു അഡീഷണൽ ആയിട്ട്, അതായത് ഈ FRPയെക്കാട്ടിലും കൂടിയ റേറ്റ് പലപ്പോഴും ഒരു ഈ FRP പോലെ തന്നെ ഫിക്സ് ചെയ്യാറുണ്ട്. അതിനെയാണ് സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് നോർമലി ഡിക്ലെയർ ചെയ്യാറുള്ളത് ഈ പ്രധാനപ്പെട്ട ഷുഗർ കെയിൻ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റുകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, UP, അതുപോലെ തന്നെ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളാണ് സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി FRPയെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ ഗ്യാപ്പ് പലപ്പോഴും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ FRPയുടെ കേസിൽ അത് FRP ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും യൂണിഫോംലി അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ് അഡ്വൈസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഫിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ FRPയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഷുഗർ മില്ലുകൾ അവർക്ക് ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള FRP അവർ കർഷകർക്ക് കൊടുക്കണം നിർബന്ധമാണ്. സോ അപ്പോൾ കർഷകർക്ക് ഒരു മിനിമം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റവന്യൂ ഈ FRP എൻഷുർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക് ഡെസേർട്ട് സൈക്ലോൺ ആണ്. സോ ഡെസേർട്ട് സൈക്ലോണായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ PIBക്കകത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ UAEയും സംയുക്തമായി നടത്തുന്ന ഒരു ആർമി ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അതായത് ഇന്ത്യയുടെയും UAEയുടെയും ആർമികൾ അല്ലെങ്കിൽ ലാൻഡ് ഫോഴ്സസ് ചേർന്ന് നടത്തുന്ന ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഈ ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെസേർട്ട് സൈക്ലോൺ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ജനുവരി 3 തൊട്ട് ഈ മാസം ഒരു മിഡ് വരെയാണ് ഈ ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടക്കുന്നത്. അതിപ്പോൾ ഇപ്രാവശ്യം നടക്കുന്നത് രാജസ്ഥാനിലെ മഹാജൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡെസേർട്ട് വാർഫെയറും അതുപോലെ തന്നെ ഡെസേർട്ട് വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ചില കാര്യങ്ങളുമാണ് ഈ ഒരു എക്സസൈസിലൂടെ പ്രധാനമായിട്ടും ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ മിലിറ്ററി എക്സസൈസുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള മിലിറ്ററീസിന് ഇടയിലുള്ള കോഓപ്പറേഷനും അതുപോലെ തന്നെ ഇന്റർ ഓപ്പറബിലിറ്റിയും അതുപോലെ തന്നെ UN പീസ് കീപ്പിംഗ് മിഷൻസിനകത്തുള്ള കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡെസേർട്ട് സൈക്ലോൺ കൂടാതെ ഇന്ത്യയും UAEയും ജോയിന്റ്ലി നടത്തുന്ന മറ്റ് ചില ജോയിന്റ് മിലിറ്ററി എക്സസൈസുകളാണ് ഇപ്പോൾ ഡെസേർട്ട് ഈഗിൾ 2 എന്ന് പറയുന്നത്. അതൊരു ബൈലാറ്ററൽ എയർഫോഴ്സ് എക്സസൈസ് ആണ്. അതുപോലെ തന്നെ ഇൻ UAE ബിലാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈലാറ്ററൽ ഇന്ത്യ UAE ബിലാത്ത് എന്ന് പറയുന്ന ഒരു ബൈലാറ്ററൽ നേവൽ എക്സസൈസ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും UAEയും തമ്മിൽ നടത്തുന്ന മറ്റൊരു ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ആണ് ഗൾഫ് സ്റ്റാർ 1 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു മിലിറ്ററി എക്സസൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇന്ത്യ UAE ജോയിന്റ് മിലിറ്ററി എക്സസൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ പ്രിലിംസിന്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂല് മേ ബി ഇത് ചോദിക്കാം, എന്താണ് ഡെസേർട്ട് സൈക്ലോൺ എന്നൊക്കെയുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ആണെങ്കിൽ ഇന്ത്യ UAE റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീമാണ്. സോ ഈ സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ സിംപ്ലിഫൈഡ് സർട്ടിഫിക്കറ്റ് സ്കീം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഈ ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടെലികോം എക്യുപ്മെന്റുകൾ ഉണ്ടാവും. അത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മാൻഡേറ്ററി ടെസ്റ്റിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മാൻഡേറ്ററി ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ടെലികോം എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ MTCTE എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്ത് നിലവിൽ ഈ ടെലികോം പ്രൊഡക്ട്സുമായിട്ട് ഏകദേശം 60 ടൈപ്പോളം ടെലികോം പ്രൊഡക്റ്റുകൾ ഈ മാൻഡേറ്ററി ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ടെലികോം എക്യുപ്മെന്റിന്റെ പരിധിപ്പെടുന്നുണ്ട്. അപ്പൊ അതായത് ബേസിക്കലി ഇത് ഉപയോഗിക്കണമെങ്കിൽ ഈ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സെന്റർ എന്ന് പറയുന്ന ഈ മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷന്റെ കീഴിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന്റെ കീഴിൽ വരുന്ന
ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സെന്ററിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ നോർമലി ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സെന്റർ ഇത് നേരിട്ട് സർട്ടിഫൈ അല്ല ചെയ്യുക, ഇവർ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചില ലബോറട്ടറീസ് ഉണ്ട്. ആ ലബോറട്ടറീസിൽ ഈ എക്യുപ്മെന്റുകൾ, ഈ 60ഓളം ടൈപ്പ് ഓഫ് എക്യുപ്മെന്റുകൾ ടെസ്റ്റ് ചെയ്ത് അത് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അത് മാർക്കറ്റ് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ ഇതിനകത്ത് 2 തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ സ്കീംസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഒന്ന് ഒരു ജനറൽ സർട്ടിഫിക്കേഷൻ സ്കീമാണ്, മറ്റൊന്ന് സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീമാണ്. അപ്പോൾ ഈ സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ 60ഓളം വരുന്ന ഈ എക്യുപ്മെന്റുകളിൽ അഡീഷണൽ ആയിട്ടുള്ള ചില എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എക്യുപ്മെന്റുകൾ ഈ സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീമിന്റെ കീഴിലേക്ക് ഇവർ റീസെന്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ്, ഈ സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ സർട്ടിഫിക്കേഷനുള്ള റെഗുലാരിറ്റീസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ലിബറൽ ആണ്. ഓക്കെ, അപ്പൊ അതായത് ഇതിനകത്ത് ഈ ഒരു സ്കീമിനകത്ത് ഒരു ടെസ്റ്റ് വൈസ് കംപ്ലയൻസ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൺഫേമിറ്റി പോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ 15 ദിവസത്തിനകത്ത് ഈ പറയുന്ന സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീമിനകത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ, ടെലികോം സെക്ടറിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എക്യുപ്മെന്റുകൾ ഈ സിംപ്ലിഫൈഡ് സർട്ടിഫിക്കേഷൻ സ്കീമിന്റെ കീഴിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് VVPAT ആണ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ട്രയൽസ് ആണ്. നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്യുപ്മെന്റ് ആണ് VVPAT എന്ന് പറയുന്നത്. അപ്പോൾ VVPAറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിന്റെ പേജ് 9-നകത്ത് ഈ VVPAT കൗണ്ടിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഓപ്പോസിഷൻ പാർട്ടീസിനുള്ള ചില കൺസേൺസിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് VVPAT എന്ന് മനസ്സിലാക്കുക. VVPAറ്റിന്റെ ഫുൾ ഫോം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ പ്രിന്റർ മെഷീൻസ് ആണ് ഈ VVPAT പ്രിന്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റർ മെഷീൻ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ EVM-നകത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു റെസിപ്റ്റ് ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കും. നമുക്കത് കയ്യിലെടുക്കാൻ പറ്റില്ല, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ ഇതിന്റെ പ്രിന്റ് ഒരു 7 seconds നമുക്ക് കാണിച്ചു തരും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ താഴത്ത് സെക്യൂർ ആയിട്ട് ഇത് സൂക്ഷിക്കാനുള്ള ഒരു കളക്ഷൻ ഏരിയ ഉണ്ട്, അതിൽ വീഴും. ഇത് നോർമലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്ന സമയത്ത്, വോട്ട് എണ്ണുന്ന സമയത്ത് റാൻഡംലി സെലക്ട് ചെയ്യുന്ന ചില പോളിംഗ് സ്റ്റേഷൻസിലുള്ള VVPAറ്റുകളും കൂടി എണ്ണും. അതായത് ഈ വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളും VVPAറ്റിനകത്തും എന്തെങ്കിലും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി ഉണ്ടോ, അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ മാൽ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടാമ്പറിംഗ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും കുറച്ചും കൂടി ഒരു ആക്യുറസിയും ട്രാൻസ്പെറൻസിയും ഒക്കെ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഈ VVPAT ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ VVPAT ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത് 2013 നാഗാലാൻഡിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു നോക്സൺ അസംബ്ലി സീറ്റിലേക്കുള്ള ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ആ ബൈ ഇലക്ഷന്റെ സമയത്താണ്. പിന്നീട് 2014 ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ചില സെലക്ടഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 2019 തൊട്ടുള്ള ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ VVPAT ആക്സസ് ചെയ്യാൻ പറ്റിയ അവിടുത്തെ പോളിംഗ് ഓഫീസർക്ക് മാത്രമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് എണ്ണുന്ന സമയത്ത് ഈ VVPAറ്റിന് റാൻഡംലി സെലക്ട് ചെയ്യുന്ന ചില ബൂത്തുകളിലുള്ള VVPAറ്റും എണ്ണുക എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനിലുള്ള VVPAറ്റും എന്നുള്ളൊരു കാര്യമാണ് ഇവർ ചെയ്യാറുള്ളത്. മുഴുവൻ VVPAറ്റും ഇവർ കൗണ്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി VVPAT എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് കൂടുതൽ, അതായത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനകത്ത് അല്ലെങ്കിൽ വോട്ടിംഗ് മെത്തേഡിനകത്ത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരായിട്ട് പ്രൊആക്റ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഡിസിഷന്റെ ഭാഗമായിട്ടാണ് VVPAT ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ VVPAറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇത് വോട്ടേഴ്സിന്റെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ കൃത്യമായിട്ട് അതിനകത്ത് പതിയുന്നത്, അതിനകത്ത് വേറെ ടാമ്പറിങ്ങോ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് വോട്ടേഴ്സിന് ഇത് കൊടുക്കുന്നുണ്ട്. ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള അവർ ചെയ്ത വോട്ടിനുള്ള ഒരു ടാഞ്ചിബിൾ പ്രൂഫാണ് ഇതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ഇത് കൂടുതൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും, കാരണം ഇതൊരു പ്രൂഫായിട്ട് അവിടെ ഉള്ളതുകൊണ്ട്. ഇനി ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഓപ്പറേഷണൽ ചാലഞ്ചസ് ആണ്. ഓപ്പറേഷണൽ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിന്റെ കൂടെ ഈ VVPAT എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു മെഷീനും കൂടി മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത്, അതും എസ്പെഷ്യലി റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലേക്കൊക്കെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത് വലിയ ഇതിലൊരു ലോജിസ്റ്റിക്കൽ ആയിട്ടുള്ള ചാലഞ്ച് ആണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഇതിന്റെ കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ് ആണ്. കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി VVPAറ്റും കൂടി ഇലക്ഷൻ മെഷീനറിക്കകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മെയിൻ്റെനൻസും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോഴേക്കും ഇലക്ഷൻ മെഷീനറിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള കോസ്റ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുകയാണ്. മറ്റൊന്ന് VVPAറ്റിന്റെ ടെക്നിക്കൽ മാൽ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ 2019 ഉപയോഗിച്ചിട്ടുള്ള ഇലക്ഷൻസിന് ഉപയോഗിച്ചിട്ടുള്ള ഏകദേശം 1/3 VVPAT മെഷീൻസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാൽ ഫംഗ്ഷൻസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടെക്നിക്കൽ ഇഷ്യൂസ് ആളുകൾക്കിടയിലുള്ള കോൺഫിഡൻസ് ഇല്ലാതാക്കും എന്നുള്ളൊരു ക്രിറ്റിസിസം നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക.
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ആണ്. സോ ഈ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനകത്ത് ഈ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഇപ്പോൾ ഒരു മാൻഡേറ്ററി പ്രൊവിഷനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ദ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഇന്ന് അവരുടെ ഹിന്ദുവിന്റെ ഒരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഇതിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനകത്ത് അതിനകത്ത് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇത്തരത്തിൽ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഒരു ജോബ് കാർഡ് ഉണ്ടാവും. ആ ജോബ് കാർഡും അതുപോലെ തന്നെ ഇവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പൊ ഈ ജോബ് കാർഡും അതുപോലെ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടും ഈ ആളുകളുടെ 12 ഡിജിറ്റ് ആധാർ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആധാർ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് 2023 ഫെബ്രുവരി 1 തൊട്ട് ഇതൊരു മാൻഡേറ്ററി പ്രൊവിഷനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മാറ്റിയിരുന്നെങ്കിലും ഇത് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പഴയ സിസ്റ്റം തന്നെ ഇതിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡിസംബർ 31 വരെ, അതായത് കഴിഞ്ഞ വർഷം അവസാനം വരെ 2023 ഡിസംബർ 31 വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഗവൺമെന്റ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത് ഇപ്പോൾ തൊട്ട് ഈ ജനുവരി 1 തൊട്ട് ഇത് മാൻഡേറ്ററി ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് ഗവൺമെന്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഒരു മാൻഡേറ്ററി ആക്കി മാറ്റുന്നതിനുള്ള കാരണമായിട്ട് പറയുന്നത് ഇത് ഈ പറയുന്ന മൻറേഗയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ട് ട്രാൻസാക്ഷൻസിനകത്തൊക്കെ ഒരു ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും കൊണ്ടുവരും. അതുപോലെ തന്നെ വേജ് പേയ്മെന്റ് കുറച്ചും കൂടി സ്ട്രീം ലൈൻ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ഇതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വേജ് പേയ്മെന്റിനകത്തുള്ള ഡിലേസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബെനിഫിഷ്യറീസിന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പേയ്മെന്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ബേസിക്കലി എന്ത് സംഭവിക്കും, ഇത് കുറച്ചും കൂടി ഈ ഇതിനകത്തുള്ള കറപ്ഷനും കാര്യങ്ങളും അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ ബെനിഫിഷ്യറീസിന് കൃത്യമായിട്ട് ഈ ക്യാഷ് കിട്ടുന്നുണ്ടെന്നൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ചാലഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ ഈ കൺസേൺസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടെക്നിക്കൽ ഗ്ലിച്ചസ് ആണ്. അതായത് ഈ പൊട്ടൻഷ്യൽ പേയ്മെന്റ് ഡിസ്റപ്ഷൻസ്, ഇത് ഓൺലൈനായിട്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ പേയ്മെന്റ് ഡിസ്റപ്ഷൻസ്, ഈ ടെക്നിക്കൽ ഗ്ലിച്ചസ് കാരണം വരുന്ന പേയ്മെന്റ് ഡിസ്റപ്ഷൻസിനെ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമാണ്. അതിനൊരു കണ്ടിൻജൻസി ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആധാർ സീഡിംഗ് ആണ്. അതായത് ഈ ആധാർ സീഡിംഗ്, അതായത് ഈ ആധാർ നമ്പർ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് നമ്പറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ആധാർ സിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പല സ്ഥലങ്ങളിലും വളരെ സ്ലോ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇന്ത്യയിൽ ഇത് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ മൻറേഗയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകൾക്കും ഇത് മാൻഡേറ്ററി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഈ റെഡി ആയിട്ടുണ്ടോ, ഈ സീഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഡാരിയൻ ഗ്യാപ്പ് ആണ്. സോ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് അമേരിക്കനെയും നോർത്ത് അമേരിക്കനെയും കൂടി കണക്ട് ചെയ്യുന്ന സെൻട്രൽ അമേരിക്കയിലുള്ള ഒരു ഇസ്തമസ് റീജിയൻ ആണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ അമേരിക്കൻ രാജ്യമായിട്ടുള്ള പനാമയിലും അതുപോലെ തന്നെ കൊളംബിയയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. സോ ഈ ഡാരിയൻ ഗ്യാപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന് വിളിക്കുന്നത് ഡാരിയൻ ഇസ്തമസ് എന്നാണ്, അല്ലെങ്കിൽ ഇസ്തമസ് ഓഫ് പനാമ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ അമേരിക്കൻ കോണ്ടിനെന്റ്സിനെ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് അമേരിക്കനെയും സൗത്ത് അമേരിക്കനെയും ലാൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലാൻഡ് ബ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ ഒരു ഇസ്തമസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ പനാമ ഇസ്തമസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പനാമ കനാലൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡാരിയൻ ഗ്യാപ്പ് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് കര വഴി ഇത് ഒരു ഈസി റൂട്ട് ആണല്ലോ എന്ന് തോന്നുമെങ്കിലും ഹൈലി വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള ഹെവിലി ഫോറസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാരിയൻ ഗ്യാപ്പിലൂടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസും നിലവിലുള്ള, അതായത് ഹൈവേസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബോട്ട് സർവീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയർലി നോൺ എക്സിസ്റ്റന്റ് ആണ്. കാരണം വളരെയധികം ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാകുന്ന ഹൈലി വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള ഹെവി റെയിൻഫോൾ ഉള്ള തിക്ലി വെജിറ്റേറ്റഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ദുർഘടമായിട്ടുള്ള അല്ലെങ്കിൽ അപകടം പിടിച്ചൊരു റീജിയനും കൂടിയാണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ ഡാരിയൻ ഗ്യാപ്പ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരാറുള്ളത് ഈ അമേരിക്കയിൽ നിന്ന്, അതായത് സൗത്ത് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് US ഇല്ലീഗലി മെക്സിക്കൻ ബോർഡർ വഴി ഇല്ലീഗലി മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോറിഡോറാണ് അല്ലെങ്കിൽ ഒരു വഴിയാണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണാറുള്ളത്. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.